ഹലോ ഗായ്സ്, നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട് വേറെ നല്ല എനിക്ക് ലാസ്റ്റ് സെമ്മിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല, നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു അതിൽ. ഇപ്പോൾ അടുത്ത വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ ഞങ്ങളുടെ ടൗൺ സെൻറ്ററിൽ ഉള്ള ഒരു മാർക്കറ്റിലാണ്. മാർക്കറ്റ് അത് ഡെയിലി ഇല്ല, വീക്ക്ലി ടോയ്സാണ് മാർക്കറ്റ് ഉള്ളത്. അച്ഛൻ മലയാളത്തിൽ പറഞ്ഞാൽ ചന്തയ്ക്ക് പോയിട്ട് വരാം ഗൈസ്. ചന്തയ്ക്ക് പോകാനാണ് ഈ മേക്കപ്പ് സെറ്റപ്പൊക്കെ. ഞാൻ കുറച്ച് മേക്കപ്പ് ഇട്ടിട്ടുള്ളൂ, ചന്തയ്ക്കല്ലേ പോണത്. പക്ഷെ ലിപ്സ്റ്റിക്ക് ഒഴിവാക്കാൻ പറ്റൂല. ലിപ്സ്റ്റിക്ക് ഇടാതെ പോയാൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് എൻ്റെ മുഖം. നമുക്ക് ചന്തയ്ക്ക് പോയിട്ട് വരാം. ലെറ്റ്സ് ഗോ. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഞാനിപ്പോൾ ഇതാണ് ടീസ് റിവർ. ഞാൻ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു വീഡിയോ ഇട്ടത്, പക്ഷെ കാണുന്നില്ല ഗൈസ്. കുറച്ച് പൊക്കി കാണിച്ചു നോക്കാം, കാണുന്നില്ല. ഇവിടെ ഞാൻ എപ്പോഴും നടക്കാൻ വരുമായിരുന്നു. ഞാൻ വെയിറ്റ് ലോസ് ചലഞ്ച് എടുത്തപ്പോൾ 30 days വെയിറ്റ് ലോസ് ചലഞ്ച് എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ സ്ഥിരം നടക്കാൻ വരുന്ന സ്ഥലമായിരുന്നു ഇത്. നമുക്കൊരു ദിവസം വരാം ഇവിടെ. ഇപ്പം എൻ്റെ വീഡിയോയിൽ നോക്കി സംസാരിക്കാറുള്ള നാണൊക്കെ മാറി ഗൈസ്. പ്രശ്നമല്ല. അപ്പം നമ്മൾ മാർക്കറ്റ് എത്താറായി ഗൈസ്. അപ്പം നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുക. ഒരുപാട് വർത്തമാനം പറഞ്ഞ് ഞാൻ ബോറടിക്കുന്നില്ല, കാരണം ഇത് മാർക്കറ്റിൻ്റെ വ്ളോഗ് ആയതുകൊണ്ട് മാർക്കറ്റ് മാത്രം ഞാൻ കാണിച്ചു തരാം. അങ്ങനെയൊക്കെ പറയും, എന്നാലും ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കും. നമ്മൾ ന്യൂ ഇയർ നൈറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അവിടെ. അപ്പോൾ നൈറ്റിൽ നമ്മളൊരു സ്ഥലം വന്ന് കാണിച്ചില്ലേ. അപ്പോൾ നമ്മൾ അതിൽ കൂടെ നടക്കുന്നത്. നമുക്ക് ഡേ ടൈമിൽ അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. അവിടെ ആയിരുന്നു ആ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി ഗൈസ്. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞല്ലോ. ഇപ്പോൾ ലൈറ്റിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതൊക്കെ എടുത്ത് മാറ്റി. അന്ന് ഇവിടെ ആൾക്കാരുണ്ടായിരുന്നില്ല. എന്നെപ്പോലുള്ള വട്ടുള്ള കുറച്ച് പേര് വരുന്നവരൊരു 10 പേരും ഞങ്ങൾ കുറച്ച് വട്ടുള്ളവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം പിന്നെ ഈ ടൗൺ സെൻറ്ററിൽ 6 o'clock വരെയാണ് മാക്സിമം കടകളുള്ളത്. ഒട്ടുമിക്ക കടയിൽ 4 മണിയാകുമ്പോൾ അടയ്ക്കും. ഇവിടുത്തെ ചീപ്പായിട്ട് ഡ്രസ്സ് കിട്ടുന്ന ഒരു കടയത്. ഇതാ സെക്കൻഡ് ഹാൻഡ് ഫോണുകളൊക്കെ ഇരിക്കുന്നു. ഇത് തെറ്റിദ്ധരിക്കുന്നത് ഇത് മാർക്കറ്റല്ല, ഇവിടുത്തെ ഷോപ്പിംഗ് സെൻ്ററാണ്. ഇത് ഉൾഭാഗം കേട്ടോ. ഇതിൻ്റെ ഔട്ട് സൈഡാണ് ബസ് സ്റ്റാൻഡ്. അപ്പം ബസ് സ്റ്റേഷൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് അധികം സ്ഥലമുണ്ട്. അവിടെ ആയിട്ടാണ് മാർക്കറ്റ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. തണുപ്പ് കാരണം സംസാരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു, പക്ഷെ കാണുമ്പോൾ അത്ര എഫക്റ്റ് ഒന്നും തോന്നുന്നു. മാർക്കറ്റിൽ എത്തിയത് ആ എൻഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറേ സ്റ്റോൾസ് കാണാം, നമുക്ക് കാണുന്നുണ്ടോ? അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇത് അങ്ങോട്ടാണ് പോണത്. നമ്മൾ കാണിക്കും. ഇപ്പോൾ നമ്മൾ ഫിഷ് വാങ്ങാനായിട്ടാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ കൂടുതൽ ഈ മാർക്കറ്റ് യൂസ് ചെയ്യുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നേക്കണേ. ഇതെന്ത് മീനാന്ന് പോലും എനിക്കറിയില്ല. ഇതാ ഇത് ഒടുക്കത്തെ ലാഭത്തിലാണ് ഇവിടുന്ന് വാങ്ങുന്നത്. പിന്നെ ഇവിടെ മത്തി കിട്ടുമോ എന്ന് സംശയമുള്ളവർക്ക് ഗൈസ്, ഇവിടെ മത്തി കിട്ടും. പക്ഷെ ഇന്നില്ലാന്ന് തോന്നുന്നത്, തീർന്നു തോന്നുന്നത്. സ്ക്വിഡൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും വലിയ മത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മത്തിയാണ്. ഇത്രയും വലിപ്പമുള്ള മത്തി ഞാൻ ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ്. നമുക്ക് മത്തിയാണ് നിങ്ങൾ വിചാരിക്കുന്നത്, മത്തിയാണ്. നല്ലപോലെയാണ്. ഇതാ നോർമൽ മത്തി, നമ്മുടെ നാട്ടിലത്തെ മത്തി. അത് ഇതെടുക്കുന്നുണ്ടെങ്കിൽ ഇത് എടുക്കുന്നുണ്ട്. ഇത് 5 pound ഉണ്ട്. 1 കിലോ മത്തി 5 pound. പിന്നെ ഇത് 2 കിലോ ആണ്, 15 pound. ഒരെണ്ണം എടുത്ത 10, 2 എടുത്ത 15. അപ്പം നമ്മൾ ഫ്രണ്ട്സ് ഇത് നമ്മൾ മീൻ വാങ്ങി. UK മീൻ കിട്ടുമെന്ന് ഡൗട്ടുള്ളവർക്ക് ഇപ്പോൾ ഡൗട്ട് തീർന്നില്ലേ. ഫ്രഷ് മീൻ കിട്ടും. പിന്നെ എല്ലാ ടൗൺ സെൻറ്ററിലും ഇതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസം മാർക്കറ്റ് ഉണ്ടാകും. ആ മാർക്കറ്റിൽ ഫിഷ് അവൈലബിൾ ആയിരിക്കും.
അയലൊക്കെ കിട്ടാറുണ്ട്. അയല, മത്തി, ചൂര, ചാള കഴിയുന്നത് അങ്ങനെ എല്ലാം കിട്ടാറുണ്ട്. അങ്ങനെ എല്ലാതരം ഫിഷും കിട്ടും. സിലോപ്പി വരെ കിട്ടും ഗൈസ്. അതാണ്. പിന്നെ ഇതാ ഇത് പച്ചക്കറി. ഇതത്ര ലാഭമായിട്ടൊന്നും, ഇത് ഫ്രഷ് സാധനം കേട്ടോ ഇത്. പിന്നെ ഡ്രസ്സുകൾ, പിന്നെ പച്ചക്കറി നമ്മൾ ഇവിടുന്ന് വാങ്ങില്ല, നമുക്ക് ഫ്രഷ് സാധനം ലിഡിൽ നിന്ന് കിട്ടും കുറച്ചും കൂടെ ചീപ്പായിട്ട്. ഡ്രസ്സൊക്കെ ഹെവി റേറ്റഡാണ്. പക്ഷെ നല്ല ബ്രാൻഡഡ് സാധനം വാങ്ങുന്ന ആൾക്കാർക്ക് ഇതും ട്രൈ ചെയ്യാം. കാരണം അതേ ക്വാളിറ്റി കിട്ടും ഇതിന്. മാർക്കറ്റാന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇത് നമ്മൾ നേരത്തെ ജെൻസിൻ്റെ സെക്ഷനാണ്, ഇത് ലേഡീസിൻ്റെ സെക്ഷനാണ്. വിൻ്റർ ആയതുകൊണ്ട് വിൻ്റർ ടൈപ്പ് ക്ലോത്ത് അവിടെ ഉള്ളത്. നല്ല കട്ടി, നല്ല അത്യാവശ്യം നല്ല തണുപ്പിന് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഡ്രസ്സാണ്. ഡ്രസ്സൊക്കെ നോക്കി നിന്നപ്പോഴാണ് ഞങ്ങളുടെ വയറ്റിൽ നിന്ന് വിളി വരുന്നത് ഫുഡ്. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടിലെ ഞങ്ങളുടെ ഫേവറേറ്റ് ഐറ്റം തന്നെ ഞങ്ങളെടുത്തു, ചിക്കൻ ടിക്ക റാപ്പ്. ഈ റാപ്പ് ഇങ്ങനെ റാപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ വയറ്റിൽ നിന്നും വായിലും എല്ലാം വെള്ളം നിറഞ്ഞ് ഒഴുകുകയായിരുന്നു ഗായ്സ്. പിന്നെ നമ്മളതെല്ലാം അവിടെ നിന്ന് മേടിച്ച്. ഈ കാണുന്നത് പെറ്റ് ഷോപ്പാണ്. ഇതിൽ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ആ കാണുന്നത് പുഴുക്കളാണ്. ഇത് കാർഡ്സ് എല്ലാം കിട്ടുന്നത്, പിന്നെ ത്രെഡ്സ്, പിന്നെയും ഡ്രസ്സ് ഷോപ്പുകൾ, പിന്നെ ഇത് ലൈറ്റേഴ്സ് സെക്ഷനാണ്. എൻ്റെ അടുത്ത് തന്നെ വേപ്പ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ബാൻഡായിട്ടുള്ളൊരു സംഭവമാണ് വേപ്സ്. ഞങ്ങൾ ഫ്രൂട്ട്സ് നോക്കാനായിട്ട് വന്നു. ഫ്രൂട്ട്സൊക്കെ കാണാൻ നല്ല ചന്തമുണ്ട്. പക്ഷേ ഞങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ചില ഐറ്റംസൊക്കെ ഇവിടെ റേറ്റ് കൂടുതലായിട്ട് നമുക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ഞങ്ങൾ മേടിച്ചുകൊണ്ട് അവിടെ നിന്നൊന്നും നമ്മൾ മേടിക്കാൻ നിന്നില്ല. പക്ഷെ എല്ലാം നല്ല ഫ്രഷായിട്ട്, നല്ല ഫാമേഴ്സ് ഡയറക്റ്റായിട്ട് കൊണ്ടുവന്ന് സെല്ല് ചെയ്തുകൊണ്ടായിരിക്കും എല്ലാം ഫ്രഷായിരുന്നു. പിന്നെ ഇതാ ഒരു വേബ്സിൻ്റെ ചാകര തന്നെ വന്നു. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ മാസ്ക്, ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതിൽ വലുപ്പം കാണിച്ചു കൊടുക്കട്ടെ. ഫുൾ ചിക്കൻ ചേട്ടൻ ക്യാമറയ്ക്ക് വേണ്ടി ചിരിച്ച് മയങ്ങാണ്. ഒരു ബൈറ്റ് എടുക്കും. എൻ്റെ വാല് വെള്ളം വരുന്നു ചേട്ടായി കഴിക്കുന്ന കണ്ടിട്ട്. ഞാൻ അങ്ങനെ വളവളാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഫുഡ് സ്റ്റാളിൻ്റെ ബാക്കിലും ചെയറും ടേബിളും ഒക്കെ ഇട്ടിട്ടുണ്ടാവും. നമുക്ക് വന്ന് സമാധാനപരമായി കഴിക്കാം, പ്രശ്നമൊന്നുമില്ല. എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം. കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ എണീച്ച് പോകണമെന്നൊന്നുമില്ല. പിന്നെ ഒരു മാന്യതയ്ക്ക് വേണ്ടി നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് സ്ഥലം കൊടുക്കാൻ വേണ്ടി എണീച്ച് പോവുക, അത്രേ ഉള്ളൂ. നോക്ക് ഗൈസ്, ഫുൾ ചിക്കൻ ഫിൽഡ്. ഇത് കഴിച്ചിട്ട് വേണം ആദ്യക്കൂട്ടം സ്കൂളിൽ പോയി ആദ്യക്കൂട്ടം വിളിക്കാൻ പോകണം. ഞാനെന്തെങ്കിലും വാങ്ങിയിട്ട് പോകണം. ഒരു മിനിറ്റ് എൻ്റെ കൺട്രോൾ പോയൊരു സ്ഥലമാണ് ഇത്. പക്ഷെ ഞാൻ എന്നെ പിടിച്ചു നിർത്തി, കാരണം ഡയറ്റ് എൻ്റെ മുമ്പിലുണ്ട്. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ഐറ്റംസാണ്. പക്ഷെ ഞാനൊന്നും വാങ്ങില്ല. പിന്നെ ഇതാ മൊബൈൽ കവേഴ്സ്. പിന്നെ ഞങ്ങൾ തപ്പി നടന്നൊരു സാധനമാണ് ഈ ബ്ലാങ്കറ്റ്. നമുക്കവിടെ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. ഇതൊരു ഇന്ത്യക്കാരനാട്ടോ സെല്ല് ചെയ്യുന്നത്. ചേട്ടായി അയാളോട് ബാർഗെയിൻ ചെയ്യാൻ നോക്കുക, പക്ഷെ നടന്നില്ല. ഇപ്പോൾ കാഴ്ച ഇതൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിലെ കാഴ്ചകൾ. ഞങ്ങളിതാ കമ്പിളിപ്പുതപ്പ്. ഹലോ, കമ്പിളിപ്പുതപ്പ് കേൾക്കുന്നുണ്ടോ? ആ കമ്പിളിപ്പുതപ്പ് ഞങ്ങൾക്ക് കിട്ടി ഗൈസ്. നമ്മൾ കുറേ തപ്പി നടന്ന നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ബ്ലാങ്കറ്റ് കിട്ടാനായിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെ കിട്ടുന്നില്ലായിരുന്നു. സാറ് ഞങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടി ഗൈസ്. അതാണ് മാർക്കറ്റ് കൊണ്ടുള്ള ഉപകാരം. ഒരു ഇന്ത്യക്കാരൻ നട്ട സെല്ല് ചെയ്തത്, മറ്റേ ബ്രിട്ടീഷ് ഇന്ത്യനായിരുന്നു. ഇവിടെ ഗ്രാൻഡ് ഫാദേഴ്സ് ഇന്ത്യൻ. പിന്നെ എനിക്കത് 20 പൗണ്ടിനാണ് കിട്ടിയത്. നാട്ടിൽ ഏകദേശം 2500 2000. ഇപ്പോഴത്തെ റേറ്റ് വെച്ചാൽ 2000-2200 റേറ്റാണ്. പക്ഷേ നമ്മൾ നാട്ടിലെ പൈസ വെച്ച് എപ്പോഴും കമ്പയർ ചെയ്യാൻ പാടില്ല. ഇവിടുത്തെ പൈസയ്ക്ക് അത് അത്ര വലിയ പൈസ ഒന്നുമല്ല. അത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഞങ്ങളിപ്പോൾ ആദ്യക്കുട്ടിനെ വിളിക്കാൻ പോവാം. അപ്പോൾ ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ 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 ഗൈസ്. Let's go.